കാട് പിടിച്ചു കിടക്കുന്ന സ്വകാര്യ ഭൂമികൾ പൊതുജനങ്ങൾക്ക് ഭീഷണിയാകുന്ന സാഹചര്യത്തിൽ സുപ്രധാന നിർദ്ദേശവുമായി ഹൈക്കോടതി. ഭൂമിയുടെ ഉടമയെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കാട് വെട്ടിത്തെളിക്കാമെന്നും അതിനുള്ള ചെലവ് പിന്നീട് ഭൂവുടമയിൽ നിന്ന് ഈടാക്കാമെന്നും കോടതി വ്യക്തമാക്കി. ജനവാസ മേഖലകളിൽ പാമ്പ് ഉൾപ്പെടെയുള്ള ജീവികളുടെ ശല്യം വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതിയുടെ നിർണായക ഇടപെടൽ. ജനവാസ മേഖലകളിൽ വർഷങ്ങളായി പരിപാലനമില്ലാതെ കാട് പിടിച്ചു കിടക്കുന്ന സ്വകാര്യ ഭൂമികൾ നാട്ടുകാർക്ക് വലിയ തലവേദനയാണ്. ഇത്തരം സ്ഥലങ്ങളിൽ പാമ്പുകളും മറ്റു ജീവികളും പെരുകുന്നത് പൊതുജനങ്ങളുടെ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇടപെടാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. സ്വകാര്യ ഭൂമിയുടെ ഉടമയെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ പോലും പൊതുശല്യം ഒഴിവാക്കുന്നതിനായി ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്നാണ് കോടതിയുടെ നിരീക്ഷണം. പഞ്ചായത്ത് രാജ് ആക്ടിലെ 238, 239 വകുപ്പുകൾ പ്രകാരമുള്ള അധികാരങ്ങൾ ഉപയോഗിച്ച് കാട് വെട്ടിത്തെളിക്കാനും സുരക്ഷാ നടപടികൾ സ്വീകരിക്കാനും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കഴിയുമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഇതിനായി വരുന്ന ചെലവ് പിന്നീട് ഭൂ ഉടമയിൽ നിന്ന് ഈടാക്കാനും നിയമപരമായ തടസ്സമില്ലെന്നും കോടതി വ്യക്തമാക്കി. ഭൂമിയുടെ ഉടമസ്ഥാവകാശം കണക്കിലെടുക്കുന്നതിനേക്കാൾ പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്കാണ് മുൻഗണന നൽകേണ്ടതെന്നും കോടതി അഭിപ്രായപ്പെട്ടു. ജനവാസ മേഖലകളിൽ പാമ്പ് ശല്യം വർദ്ധിക്കുകയും ആളുകളുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉയരുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഹൈക്കോടതിയുടെ ഈ നിർണായക ഉത്തരവ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ ഉത്തരവാദിത്വത്തോടെയും കാര്യക്ഷമമായും ഇടപെടാൻ വഴിയൊരുക്കുന്നതാണ് കോടതിയുടെ നിരീക്ഷണമെന്ന് നിയമവിദഗ്ധർ വിലയിരുത്തുന്നു. പൊതുജന സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ സാഹചര്യങ്ങളിൽ സ്വകാര്യ ഭൂമികളിലും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇടപെടാമെന്ന ഹൈക്കോടതിയുടെ നിലപാട് ഭാവിയിൽ സമാന പരാതികളിൽ നിർണായക മാർഗനിർദ്ദേശമാകുമെന്നാണ് വിലയിരുത്തൽ. മീഡിയ ടൈം, കൊച്ചി.